ഇഡ്ഡലി മാവ് വെച്ച് 10 നിമിഷത്തിൽ നല്ല മൊരിമൊരിപ്പായിട്ടുള്ള കാര ബോണ്ടയാണ് ഇന്നത്തെ റെസിപ്പി. ഈ ബോണ്ട കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റ്, നല്ല മൊരിമൊരിപ്പുള്ള നല്ല സോഫ്റ്റായ ബോണ്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, വെറും 10 നിമിഷത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് നല്ല പുളിച്ച ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കാം. ഇന്നരച്ച മാവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഹാർഡായി പോകും ബോണ്ട. അപ്പോൾ പുളിച്ചത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഈ ബാറ്റർ ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. കൂടെ തന്നെ 2-3 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നല്ല തിക്കാവാൻ വേണ്ടിയാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. റവയും അരിപ്പൊടിയും ഇഡ്ഡലി മാവും എല്ലാം നല്ലോണം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഡ്ഡലി മാവിലെ ഈർപ്പമൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം നമുക്കിത് വെയിറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എത്ര വേണോ എരിവ് വേണോ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇഡ്ഡലി മാവിലെ ഈർപ്പമൊക്കെ വലിച്ചെടുത്ത് നമ്മുടെ റവ എന്ന് തിക്കായി വരാൻ വേണ്ടി 10 നിമിഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടിയിട്ടെ. ഇതിലേക്ക് ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയുടെ നിറമൊന്നും മാറാതെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി ഒന്ന് വഴറ്റിയെടുക്കാൻ. സവാളയുടെ പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇത്രയൊക്കെ മതിയാവും. സവാളയുടെ നിറമൊന്നും മാറിയിട്ടില്ല, എന്നാൽ നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുമുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്കാണ് ഇതെടുത്ത് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് നല്ലോണം വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി മാവ്. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച സവാള ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മാവ് നമുക്ക് ഒരുപാട് കട്ടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കട്ടി വേണ്ട. ഇത്രയും കട്ടിയായിപ്പോയാൽ നമ്മുടെ ബോണ്ട ഒരുപാട് ഹാർഡായി പോവും. ഇനി നമുക്ക് ഇതല്പം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി
ഞാൻ 1 സ്പൂണോളം ഇഡ്ഡലി മാവ് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയും മതി. എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറേശ്ശായിട്ട് നമുക്കിതുപോലെ ഒന്ന് കയ്യിൽ മാവെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. വലിപ്പം നിങ്ങൾക്ക് എത്രയാണ് ഇഷ്ടം അതനുസരിച്ചിടാം. ഒരുപാട് വലിപ്പം കൂടി പോകണ്ട, എന്നാൽ ഉള്ളു വെന്ത് കിട്ടില്ല. ബോണ്ട മുകളിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ മീഡിയമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുക. ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കട്ടൻ ചായക്കൊപ്പോ പാൽ ചായക്കൊപ്പോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോണ്ടയാണ്. നല്ല വെള്ള ചമ്മന്തി ഇവിടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ചമ്മന്തി ഇല്ലാതെയും കഴിക്കാം. ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അടുത്ത ബാച്ച് കൂടി ഇട്ട് കൊടുക്കാം. ബാറ്റ് ഇടുമ്പോൾ തീ ഹൈയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു 2 നിമിഷം കഴിഞ്ഞ ശേഷം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോണ്ടയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാനറ്റ് എന്ന എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.